ഇന്നത്തെ നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത് ജോർജിയയിലെ തിബിലിസിയിൽ നിന്നും ഏകദേശം 120 കിലോമീറ്റർ സഞ്ചരിച്ച് എത്തുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഗുദൗരി. ഈ ഗുദൗരി ഹിൽസിലേക്കുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പകർത്തുന്നതും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യാത്ര ആരംഭിച്ച് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം സഞ്ചരിച്ചപ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേർന്നത് ഇങ്ങനെ ഒരു പ്രദേശത്താണ്. അനനോരി ഒരു കാസ്റ്റൽ കോംപ്ലക്സ് ആണിത്. ഇതൊരു കോട്ടയാണ്. ഈ ഇലകുഴിഞ്ഞ മരങ്ങൾക്ക് ഇടയിലൂടെ കാണുന്ന ആകാശം, തെളിഞ്ഞ ആകാശം കാണാൻ എത്ര ഭംഗിയാണെന്ന് നോക്കി. ഈ കോട്ടയുടെ വിശദമായ ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കുന്നില്ല. ഇത് പല കാലങ്ങളിലായിട്ട് ഇതിനെ പുനർനിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കോട്ടയുടെ റൈറ്റ് സൈഡിലായിട്ട് വലതുവശത്തായിട്ട് കാണുന്ന മനോഹരമായ കുന്നും, അതിന് താഴത്ത് സിംവാലി എന്ന് പറയുന്ന ജലസംഭരണിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിലേക്കൂടാണ് ഒരു കുതിരയെ ഓടിച്ച് മുകളിലേക്ക് കയറ്റി വരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട ഇൻട്രോ കഴിഞ്ഞ ദിവസങ്ങളിൽ തിബിലിസിയിലെ നഗരത്തിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ്. അവിടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടായി, നല്ല കാഴ്ചകളുണ്ടായി. അതെല്ലാം ഞാൻ ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർക്ക് അത് പോയി കാണാം. യാത്രയിലുടനീളം നമ്മളെ മുഷിപ്പിക്കാതെയുള്ള കാഴ്ചകളാണ് പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ വന്ന് എത്തിയ സ്ഥലമെന്ന് പറയുന്നത് സിൻവാലി ഡാമിലേക്കാണ്. നേരത്തെ നമ്മൾ കണ്ടതും ഡാമിൻ്റെ ഒരു ഭാഗമാണെങ്കിലും അവിടെ വെള്ളമില്ലായിരുന്നു. ഇവിടെ കുറച്ച് അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഈ വിദ്വാൻ ഇങ്ങനെ ഞങ്ങളെ ക്രോസ് ചെയ്ത് കയറി വരുന്നുണ്ട്. ആദ്യമൊന്ന് പേടിച്ചെങ്കിലും ആരെയും ഒന്നും ഉപദ്രവിക്കുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹം നടന്നുപോയി. ഞങ്ങൾ ഈ കാഴ്ചകളിലേക്ക് വീണ്ടും പോയി. ഈ കാണുന്ന മനോഹരമായ ദൃശ്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ പല പെയിൻറ്റിങ്ങുകളിലൊക്കെ കാണുന്നതിന് തുല്യമല്ലേ? അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ. ഞങ്ങളിങ്ങോട്ട് ഇത്രയും സഞ്ചരിച്ച് വരുന്ന ഓരോ വഴിക്കും ഓരോ സ്ഥലവും നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒരു സ്ഥലവുമില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങളുടെ വാഹനം നിർത്തി നിങ്ങൾക്ക് ആസ്വദിക്കാം. അത്രയും കാഴ്ചകൾ ഇതിന് ഇരുവശവുമായിട്ടുണ്ട്. കഠിനമായ ശൈത്യകാലം കഴിഞ്ഞിട്ട് മരങ്ങളൊക്കെ ഒന്ന് ഉഷാറായി അതിനകത്ത് പൂക്കളും ഇലകളുമൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം. അതുപോലെ തന്നെ അങ്ങ് അകലെ നമുക്ക് കാണാം വിവിധ വർണ്ണങ്ങളിലുള്ള കുറ്റിച്ചെടികൾ. അതിൻ്റെ താഴെക്കൂടെ ഒഴുകുന്ന ഒരു ചെറുനദി. വെള്ളം കലങ്ങി വരുന്ന വെള്ളമാണ്. മലയുടെ മുകളിൽ നിന്ന് വരുന്നത് കൊണ്ടാവാം വെള്ളം അത്ര ശുദ്ധമായ അല്ലെങ്കിൽ തെളിമയുള്ള വെള്ളമൊന്നുമല്ല. ഈ യാത്രയിൽ നമ്മൾ ആദ്യം കണ്ട അനനോരി എന്ന് പറയുന്ന 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ആ കാസ്റ്റൽ കോംപ്ലക്സ് ഒഴികെ ഈ യാത്രയിൽ എവിടെയും മറ്റ് ചരിത്ര നിർമ്മിതികളൊന്നും കാണാൻ സാധിച്ചില്ല. ഈ ഹൈവേയുടെ സൈഡിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാക്കാൻ പറ്റുന്ന ഒന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹൈവേ വിട്ടിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് കയറി ഒരു കാഴ്ചയ്ക്ക് വേണ്ടി പോകേണ്ട ആവശ്യവുമില്ല. ഇതെല്ലാം ഇതിൻ്റെ സൈഡിൽ തന്നെയാണുള്ളത്. ഇത് കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നു. ഈ ഒരു ട്രിപ്പാണ്, ഒരു റോഡ് ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് വാഹനത്തിലിരുന്നും ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയും ഇഷ്ടമുള്ള സ്പോട്ടുകളിൽ ഇരുന്നും കണ്ടും കേട്ടും പോകാൻ പറ്റുന്ന ഒരു യാത്ര. രാവിലെ നമ്മൾ യാത്ര തിരിച്ചാൽ ഒരു രാത്രിയോടുകൂടി തിരിച്ച് തിബിലിസിയിലേക്ക് മടങ്ങി വരാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉള്ളത്. ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾ ഈ നദിക്കരികിലിരുന്നാണ് കഴിച്ചത്. അരഗ്വി നദിയാണിത്. കൗക്കസ് മലനിരകളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത് ചെന്ന് ചേരുന്നത് ഖുറ നദിയിലാണ്. ജോർജിയയുടെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് ഈ നദി. ഓരോ നാടിൻ്റെയും യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ നഗരത്തിൻ്റെ തിരക്കൊക്കെ വിട്ടിട്ട് ആ നാടിൻ്റെ ഹൃദയത്തുടിപ്പിലേക്ക്, അതായത് വിശാലമായ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങും. അതിന് നമ്മൾ ഉൾപ്രദേശത്ത് കൂടി അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു അനുഭൂതി നമുക്ക് ലഭിക്കുകയുള്ളൂ.
ഈ നാടിന് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള കാലാവസ്ഥയാണ്. ഇപ്പോൾ എക്സ്ട്രീം വെതറുള്ള സമയത്ത്, അതായത് ഒരുപാട് കഠിനമായ ശൈത്യമുള്ള സമയത്ത് അത് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം. പക്ഷേ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പച്ചപ്പുകളൊന്നും കാണാൻ പറ്റില്ല. മഞ്ഞുമൂടിയ മലകളും വഴികളും കണ്ടിങ്ങനെ യാത്ര ചെയ്യാം. ഞാൻ പോയ സമയം എന്ന് പറയുന്നത് ഏപ്രിലായിരുന്നത് കൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സമയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി പലതരം ഭാവങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഈ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു പ്രത്യേകതയുണ്ട്. ഏകദേശം ഒരു 60-70 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് പ്രകൃതി മറ്റൊരു ഭാവത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ കണ്ട് എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കുറച്ച് ആദ്യം കണ്ട പച്ചപ്പ് വിട്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അത് കുറച്ച് മഞ്ഞ് മൂടിയ മലനിരകളിലേക്ക് മാറുന്നു. മഴ പെയ്തു, കൂടാതെ നല്ല മഞ്ഞ് പൊഴിയുന്ന ഒരവസ്ഥ, മഞ്ഞ് കാണാൻ സാധിച്ചു. അതുപോലെ മൂടിക്കെട്ടിയ കാലാവസ്ഥ, അങ്ങനെ വിവിധ ഭാവങ്ങൾ പ്രകൃതി തന്നനുഗ്രഹിച്ച ഒരു യാത്രയായിരുന്നു ഇത്. ജോർജിയയിൽ ധാരാളമായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് മെഡിക്കൽ MBBS പഠിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേയധികം റെസ്റ്റോറൻറ്റുകൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഞങ്ങളിവിടെ കണ്ടു. ഒരുപാട് ഇന്ത്യക്കാരുടെ സാന്നിധ്യവും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഇവിടെ വിദേശത്ത് പഠനം നടത്താൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു രാജ്യം കൂടിയാണ് ജോർജിയ. ഞങ്ങളുടെ യാത്ര അങ്ങനെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഗുദൗരി കുന്നിൻ്റെ മുകളിലെത്തി. ഹിൽ സ്റ്റേഷനാണ്. ഈ ഹിൽ സ്റ്റേഷനിൽ വരുമ്പോൾ നന്നായിട്ട് മഞ്ഞ് പൊഴിയുന്നുണ്ട്, നല്ല സ്നോഫാളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ലോകത്തെവിടെ ചെന്നാലും ശരി, ഒരു ഇന്ത്യക്കാരുടെ എന്തെങ്കിലും ഒരു അടയാളം എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം സ്നാക്സൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. മഞ്ഞിൻ്റെ ആ സൗന്ദര്യവും ആ മഞ്ഞിനകത്തുള്ള പിള്ളേരുടെ, എൻ്റെ കൂടെ വന്ന കുട്ടികൾ നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് നമുക്ക് ഈ കുന്നിൻ്റെ മുകളിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യയുടെയും ജോർജിയയുടെയും സമാധാനത്തിൻ്റെ ചിഹ്നമായ ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകം മഞ്ഞ് മൂടി കിടക്കുകയാണ്. അതാണ് ഇവിടെയുള്ള ആകെപ്പാടുള്ള ഒരു ആകർഷണം എന്ന് പറയുന്നത്. അതിൻ്റെ ചുവരുകൾ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ, മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മഞ്ഞിലൂടെ കുറച്ചകലെയാണ്, റോഡിൽ നിന്നും കുറച്ചകത്തേക്ക് നടന്നു പോകണം. അങ്ങനെ കുട്ടികളൊക്കെ അത് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം സ്നാക്സോ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ള ചെറിയൊരു കടയുണ്ട്. പിന്നെ ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ഫീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികളോട്, ഈ ജോർജിയ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ അതിശൈത്യകാലം തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വിൻ്ററിൻ്റെയും സമ്മറിൻ്റെയും ഇടയിലുള്ള ഒരു സമയം തിരഞ്ഞെടുത്താൽ അത് വളരെ നന്നായിരിക്കും. അപ്പം നമുക്ക് പ്രകൃതിയുടെയും ഈ നാടിൻ്റെയും പൂർണ്ണമായ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ വന്ന വഴിക്ക് ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ ക്യാമറയിൽ പകർത്തി നിങ്ങളെ കാണിക്കുകയാണ്. കുറച്ച് ഫോട്ടോ എടുത്തിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ചെറിയൊരു വീഡിയോ ആണ്, അത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല,
അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.